ഗെയ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നോക്കിയേ, ഈ നല്ല നെയ്യ് പുരട്ടിയ മൊരിഞ്ഞ ദോശയും നല്ല ചാള മുളകിട്ടതുമാണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് 15 ചെറിയുള്ളി, 8 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്, 1 തക്കാളി നന്നായി പഴുത്തതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, കടുക് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഉലുവ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ചതച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളിലേക്ക് വരുമ്പോൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിരിയൻ മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ആണ്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മീൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്, ചാളയാണ്. കാണിക്കാൻ മറന്നുപോയി, 1 നെല്ലിക്ക വലുപ്പത്തിന് പുളിയും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടി വരണം. നമ്മുടെ ഉലുവ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കാം. പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് ചതച്ച കുരുമുളക് ചേർത്ത് ഒന്ന് ഇളക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളിയും തക്കാളി ചേർക്കാം. വെളുത്തുള്ളിയും തക്കാളിയും ചേർക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. ഒന്ന് വഴണ്ട് വരണം. നമ്മുടെ കൊച്ചുള്ളി ഇവിടെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ നിറയില്ല, ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കുക. പൊടികൾ എല്ലാ ആവശ്യത്തേക്കും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് തീ ഇത്തിരി കുറച്ച് വയ്ക്കാം.
പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മസാല മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് നന്നായി അരച്ച് എടുക്കണം. വെള്ളം അധികം ആവശ്യമില്ല. നമ്മൾ അതേ പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരണം. കടുക് ഇവിടെ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്നിറക്കി ഇതിലേക്ക് അരച്ചു വെച്ച മസാല ചേർക്കാം. മസാല ഇട്ട് നന്നായി ഒന്ന് ഇളക്കണേ. നമ്മുടെ മസാല ഇവിടെ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ജാറ് കഴുകി ബാക്കി വന്ന പുളിവെള്ളം ചേർത്ത് കഴുകിയതാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കുക. നന്നായി ഇളക്കി ചേർക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം. ഇനി നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കണം. തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കണേ. അപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ചെറുതായി തെളിഞ്ഞ് വന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് കറക്കാം. അഞ്ച് ടു 10 മിനിറ്റ് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. 5 ടു 10 മിനിറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കറക്കി കൊടുക്കുക. തവിയിട്ട് ഇളക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 10 മിനിറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായി കറക്കി എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം.
നമുക്ക് അരമണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം. ദോശക്കല്ല് വെച്ച് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ നെയ്യ് ഉപയോഗിച്ചാണ് ദോശ ചുട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ നെയ്യാണ് കേട്ടോ. ഇപ്പം തീരാറായി. ഇപ്പോൾ ദോശ, നമ്മുടെ ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്.